ഫസ്റ്റത്തെ കർവിലാണ് നമ്മുടെ സമുദ്ര ബീച്ചുള്ളത്. രണ്ടാമത്തെ കർവിലാണ് നമ്മുടെ ഗ്രോവ് ബീച്ചുള്ളത്. അതിൻ്റെ അടുത്ത കർവിലാണ് നമ്മുടെ കോവളം ബീച്ചുള്ളത്. ഫോൺ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. വർക്കല ക്ലിഫിന്റെ ഒക്കെ പോലത്തെ ഒരു, പക്ഷേ ഇതൊരു ഈവനിങ് വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായി പോയി. ഇതൊരു ക്രിയേറ്ററാണ്. നൈറ്റ് ആയിരിക്കും ഈ സമയത്ത്. ഇതൊരു എൻട്രൻസും കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. തേങ്ങില്ലാത്ത തെങ്ങുണ്ട് ഗൈസ്. പുള്ളിക്കാരൻ നമ്മുടെ ഡാൻസിന് വേണ്ടി ഓക്കെ അടിച്ച് വന്ന സൺ നക്കി തുപ്പി. കണ്ട പെർഫെക്റ്റ്. നല്ല അപ്പം മച്ചന്മാരെ, റിബ്ലോഗർ പോകിന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗ്രോവും ബീച്ചും പിന്നെ നമ്മുടെ സമുദ്ര ബീച്ചാണ്. രണ്ടും കോവളം ബീച്ചിന്റെ അടുത്തുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു സ്ട്രേഞ്ചർ ഡാൻസ് അബി എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഒരു നമ്മൾ ഡാൻസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഫൈനലി കോവളം ബീച്ചിന്റെ ഇപ്പുറത്തുള്ള ഒരു ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ബീച്ചിന്റെ വണ്ടി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് സ്ഥലങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. നമുക്ക് ഇനി ഒരു ചായ കുടിച്ചിട്ടാവും ബാക്കി പരിപാടി ഇരിക്കണം. സാധാരണ ട്രാവൽ ചെയ്ത് എൻ്റെ ചെറിയ ക്ഷീണം. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്ന് ഒരു മുളക് ബജിയും ചായ മേടിച്ചിരിക്കണം. മുളക് ബജി, ചെറിയ മുളക് ബജിയാണ് ഗൈസ്, ഇത്രയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഗ്രോവ് ബീച്ച് എന്ന് പറയും. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സമുദ്രമാണ്, ഇത് ഗ്രോവ് ആണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഉള്ളത് നമ്മുടെ കോവളം ബീച്ച്. നമ്മൾ അവിടേക്കും പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നല്ലൊരു മനോഹരമായൊരു വ്യൂ. സൺസെറ്റൊക്കെ കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് ഗൈസ്. പിള്ളേർ കളിക്കണൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി എന്താ പറയുകയെന്ന് വെച്ചാൽ ഓരോരോ കർവ് പോലെയാണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റത്തെ കർവിലാണ് നമ്മുടെ സമുദ്ര ബീച്ചുള്ളത്. രണ്ടാമത്തെ കർവിലാണ് നമ്മുടെ ഗ്രോവ് ബീച്ചുള്ളത്. അതിൻ്റെ അടുത്ത കർവിലാണ് നമ്മുടെ കോവളം ബീച്ചുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ റിസോർട്ടൊക്കെ കാണാൻ പറ്റും. റിസോർട്ടൊക്കെ ഉണ്ട്. നല്ല മനോഹരമായൊരു വ്യൂ ആണ്. തിരകളൊക്കെ ഇങ്ങനെ അടിച്ച് ഇതാവുന്നുണ്ട്. ഇത് നമുക്കൊരു മുസ്ലിം പള്ളി കടലിനോട് ചേർന്നിട്ട് നല്ലൊരു രസമുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ആ ഭാഗത്തേക്കൊക്കെ പോവാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടാസ്വദിക്കൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുത്തെ വ്യൂ കഴിഞ്ഞിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇവിടുത്തെ വ്യൂ കഴിഞ്ഞിട്ട് നമ്മൾ സമുദ്ര ബീച്ചിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ ആക്ച്വലി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കടന്നായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഈ നാരങ്ങ വെള്ളം, ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. മുകളിലൊക്കെ നല്ല രസമാണ് ഗൈസ് കാണാനായിട്ട്. നല്ല ഒരു മനോഹരമായൊരു വ്യൂ ആണ്. ഇതിൻ്റെ ഒരു ഡൈനാമിക് റേഞ്ച് കൂടിയുള്ള കാരണം ഇത് കാണാനും ഒന്നും ഭയങ്കര ചില്ലാണ്. നമ്മൾ ഇങ്ങനെ വന്ന് നമ്മൾ സമുദ്രയ്ക്ക് ആ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു വ്യൂ ആണ്. നമ്മൾ നേരത്തെ ആ സ്പോട്ടിലാണ് നിന്നത്, ആ ഭാഗത്താണ് നിന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ടിരിക്കുക. എന്താ രസം. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ബീച്ചാണെങ്കിൽ ഇവിടെ ഹൈറ്റ് കൂടിയ സ്ഥലമാണ്. ഏകദേശം വർക്കല ക്ലിഫിൻ്റെ ഒക്കെ പോലത്തെ ഒരു, പക്ഷേ ഇതൊരു ക്ലിഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ കുറേ റിസോർട്ടിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. അവിടെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഈ ഭാഗം എന്ന് വെച്ചാൽ മൊത്തം റിസോർട്ട്സിൻ്റെ ഒരു കളിയാണ് ഗൈസ്. പാരാമൗണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ. ആ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വഴിക്ക് പോയിട്ടാണ് സമുദ്ര ബീച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ചെറിയ പട്ടൊക്കെ പറപ്പിക്കുന്നുണ്ട് പിള്ളേർ. നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസോർട്ട് KTDCയുടെ അണ്ടറിൽ വരുന്ന സമുദ്ര എന്ന് പറഞ്ഞൊരു റിസോർട്ടാണിത്. ഇവിടെ ഞങ്ങളുടെ സമുദ്രയ്ക്ക് പോകാനായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. നമുക്കത് ആ ഒരു സ്ഥലത്ത് ഇതിൽ കൂടെ അങ്ങനെ പോകണം. നമ്മൾ പറഞ്ഞ സ്റ്റെയർ കേസ് ഇതാണ്. അങ്ങോട്ടൊരു നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ആൾക്കാരവിടെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോൺ ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ കുറേ ബാക്കപ്പ് ചെയ്തൊക്കെ നോക്കി, കിട്ടിയില്ല. നമ്മൾ മറ്റേ ഫൈൻ മൈ ഡിവൈസൊക്കെ വെച്ച് നോക്കിയിട്ടും കിട്ടിയില്ല. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇരുന്നപ്പോൾ ഫോൺ പോക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. പിന്നെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്ത ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, അങ്ങനെ കൊടുത്തായിരുന്നു. അതാണ് സമുദ്ര ബീച്ച്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലിഫൊക്കെ കയറി നമ്മൾ സമുദ്ര ബീച്ചിലേക്കുള്ള ഒരു പാതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സമുദ്ര ബീച്ച്. അവിടെ എന്തോ ഒരു സ്റ്റേജ് പോലെ സംഭവമൊക്കെ ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ നമുക്കിവിടെ നല്ല ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ക്ലൈംബ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇതാണ് അവിടെ ചെറിയ ഹോട്ടലൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവിടുന്ന് നല്ലൊരു മനോഹരമായൊരു ബീച്ചിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അവിടെ നല്ല ആർട്ട് വർക്ക് പരിപാടി, പെബിൾസ് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മളിവിടെ പിള്ളേർ ഡാൻസ് പ്രാക്ടീസും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊരു സ്റ്റേജ് പോലെയാണ് ആക്ച്വലി, പക്ഷേ ഇതൊരു എൻട്രൻസും കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴൊരു എൻട്രൻസ്. പിന്നെ ഇതാണ് ഇവിടെ നിന്നൊരു വ്യൂ, നല്ലൊരു മനോഹരമായ ഒരു വ്യൂ ആണ്. അവിടേക്ക് അങ്ങോട്ട് നടക്കാനൊക്കെ പറ്റും, നമുക്ക് പോയി വരാൻ പറ്റും. പിന്നെ അവിടെ നമ്മുടെ റിസോർട്ട് പരിപാടികളൊക്കെ അങ്ങോട്ടേക്കുള്ളതുണ്ട്. നമ്മൾ നേരത്തെ കണ്ട KTDC അവരെ സമുദ്ര എന്ന് പറഞ്ഞ റിസോർട്ടിൻ്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ് ഇതിൽ കൂടെയാണ് ശരിക്കും വരുന്നത്. പിന്നെ അവിടെ ഇതാണ് സമുദ്ര ബീച്ചിൻ്റെ ശരിക്കും കയറി വരുന്ന സ്ഥലം. ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ ചെറിയൊരു എന്താ പറയുക ഫുട്ബോൾ സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ പിള്ളേർക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു മറ്റേ ക്ലൈമ്പിങ്ങിൻ്റെ ഒരു ചെറിയ ഗെയിം ഫുഡ് സംഭവമുണ്ട്. കുറേ പേരൊക്കെ ഉണ്ട്. അവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രൻസ്. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബീച്ചിലേക്ക്. നല്ലൊരു ഈവനിങ് വൈബൊക്കെ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മൾ നേരത്തെ ഇറങ്ങി വന്നത് ആ ഒരു സൈഡിൽ നിന്നുള്ളൊരു സ്റ്റെപ്പ് വഴിയാണ്. ഞങ്ങൾ മുമ്പിലോട്ട് വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ സമ്മതിക്കില്ല അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ മുമ്പ് പോയായിരുന്നു, ഇപ്പോൾ പോകണില്ല ഇപ്രാവശ്യം. പിന്നെ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്. കാരണം ആ ഒരു കല്ലിൻ്റെ അവിടെ വരെയൊക്കെയാണ് കര ഉണ്ടാവാറുണ്ട് സാധാരണ. നമുക്ക് ഇവിടുന്ന് കരയിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റിയുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റുന്നില്ല. പിന്നെ അവിടെ ഇരിക്കാനുള്ള എന്ത് സംഭവിക്കില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗൈസ്, നമ്മൾ ഈ വഴിക്കൊന്ന് പോയി നോക്കാണ്. ആയി പോയി. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ കോളത്ത് ഏകദേശം ഇതുപോലെ സംഭവമാണ്. ഒരു ചെറിയൊരു നടക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. അതുപോലത്തെ സെയിം സംഭവമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇതിൽ കൂടെ കയറി നോക്കാം. അപ്പോൾ ഈ ഭാഗത്തും എന്താ പറയുക കോളത്തിൻ്റെ പോലെ തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും പരിപാടികളൊക്കെ ആയിട്ട് ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ക്ലോസ്ഡ് ആണ്. നൈറ്റാണ് കൂടുതലും ഓപ്പൺ ആയിട്ടിരിക്കുക. കാരണം നൈറ്റ് ആയിരിക്കും ഈ സമയത്ത് എന്താ പറയുക കൂടുതൽ ആൾക്കാർ ഇവിടെ വരാം. ചെയറും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറേ തേങ്ങില്ലാത്ത തെങ്ങുണ്ട് ഗൈസ്. നമുക്ക് ചാടി നോക്കാം. അമ്മേ, ഗൈസ് നല്ല മനോഹരമായൊരു ഹോട്ടലാണ്. സംഭവം വെച്ചാൽ ഒരു നല്ല കളർ ടോണൊക്കെ നല്ല രസമുണ്ട്. അതാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കാന്നുള്ള ഇത് വന്നത്. നല്ല മൊത്തത്തിലൊരു ഡാർക്ക് ഐവറി കളറൊക്കെ ആയിട്ട്. എന്താ അതിൻ്റെ പേരെന്നറിയില്ല. ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ ആരൊക്കെയോ വരുന്നുണ്ട് ഇതിൽ കൂടെ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് വെള്ളം ഇവിടെ നിന്ന് ഇങ്ങനെ തെന്നി വരുന്നുണ്ട്. ഈ ഭാഗത്ത് വെള്ളം വന്ന് കിടക്കണുണ്ട്. അപ്പം അടിച്ച് വന്ന ഫോഴ്സിൽ വന്നിട്ട് ഇവിടെ മൊത്തം വെള്ളമായി കിടക്കാണ്. അപ്പോൾ അതേ ഒരു തിര വരുന്നത്. നമുക്ക് നോക്കി നോക്കാം, എത്തുമെന്നറിയില്ല. അത്ര എത്തിയില്ല. മുമ്പ് അടിച്ചുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ടീം ഡാൻസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പം മൊത്തം കണ്ടന്റ് ക്രിയേറ്റർമാരുടെ തട്ടി നടക്കാത്ത അവസ്ഥ ആയതുകൊണ്ട് ഡാൻസാണ് മൊത്തം. എല്ലാവരും ചോദിക്കുമല്ലേ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ടോ? സ്ട്രീറ്റ് ഞാൻ ചോദിച്ചോക്കട്ടെ, ഡാൻസ് കളിച്ചാലോ? ഗൈസ്, ദിസ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. കാരണം ഈ ഒരു പച്ചപ്പും ഈ ഒരു മനോഹരം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത്ര ഒരു രസകരമായൊരു എന്ത് വ്യൂ ആണ്. ഫ്രെയിമുകളൊക്കെ എന്ന് വെച്ചാൽ ഏതൊരു ഭാഗം എടുക്കുകയാണെങ്കിലും ഫ്രെയിമിൻ്റെ കളിയാണ് ഗൈസ്. ഇവൻ ഈ പട്ടീനെ വരെ നോക്കൂ. എന്താ ഫ്രെയിം? സൺ നക്കി തുപ്പിയ പട്ടി. മൊത്തം ക്രിയേറ്റർമാരാണ് ഗൈസ്. ഇതൊരു ക്രിയേറ്ററാണ്. അവിടെ അവരെന്തോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡാൻസ് കളിയും പരിപാടിയൊക്കെ ആയിട്ട്. കണ്ട അതന്നെ. അപ്പോൾ ഫുൾ ക്രിയേറ്റർമാരൊരു വൈബ് സ്ഥലങ്ങളാണ്. എന്താ പറയുക, ഇവിടെ നല്ലൊരു ഫ്രെയിമാണ് മെയിൻ സംഭവം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പുറത്ത് വന്നൊരു ആൾക്കാർക്ക് വന്നിട്ട് എടുക്കാൻ പറ്റിയ രീതിക്കൊരു എന്താ പറയുക അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. പുള്ളിക്കാരൻ നമ്മൾ ഡാൻസിന് വേണ്ടി ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ആളിങ്ങനെ ഡാൻസൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആള് നമുക്ക് വേണ്ടി ഒരു ഡാൻസ് സെറ്റാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പരിപാടിക്കാണ്. അപ്പോൾ ആളത് വേണ്ട ചെയ്യാൻ വരും. നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി ഡാൻസ് പഠിപ്പിക്കാനാണ് കാര്യം അല്ലേ? അതെ, നമ്മൾ ഡാൻസ് എടുക്കാൻ ഓക്കെ ഇരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻസിൻ്റെ ഒരു ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാൻസിനുള്ള സെറ്റപ്പ് നമുക്ക് ലൊക്കേഷൻ ഇതാണ് സെറ്റായിരിക്കണത്. നല്ലൊരു ലൊക്കേഷനൊക്കെ സെറ്റാണ്. അപ്പോൾ ലൊക്കേഷൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡാൻസ് എടുക്കാനുള്ള പരിപാടിയാണ്.
ഡാൻസ് പരിപാടി. അങ്ങനെ ഡാൻസ് എടുത്തിരിക്കുകയാണെങ്കിൽ ഇത് റീലായിട്ട് വരുമ്പോൾ നമുക്ക് കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ. മൊത്തത്തിലൊരു നൈറ്റ് ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ തിരിച്ച് നമ്മൾ ഗ്രോ ബീച്ചിലേക്ക് നടക്കാനുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ആ വഴിയാണ് വന്നത്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ തിരിച്ചു പോവാണ്. അതാണ് ഗ്രോ ബീച്ച്. അത് നല്ലൊരു ഈ ഒരു ടൈമിൽ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് നല്ല രസമാണ് കാണാൻ. ഇവിടുന്ന് കാണുമ്പോൾ പക്ക ഒരു വ്യൂ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ആ ഗ്രോ ബീച്ചിലേക്ക് എത്താറായി. ഈ വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഇരുട്ടൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ലൈറ്റും വെളിച്ചം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇരുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മളവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് ഈ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്, ഗ്രോ ബീച്ചിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടില്ല. നേരത്തെ സമുദ്രത്തിലേക്ക് ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ അധികം കണ്ടിട്ടില്ല. നമ്മൾ സമുദ്രത്തിലേക്കാണ് നേരെ പോയത്. അപ്പോൾ നമുക്ക് ഈ ഭാഗം കൂടി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കുറേ കടകളൊക്കെ ഉണ്ട് ഗൈസ്. കടലൊക്കെ കയറി കിടക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ അതൊരു റിസോർട്ടാണ്. പിന്നെ ഇവിടെ ഫാൻസി കട, എന്താ ഈ ചെറിയൊരു പിള്ളേർക്കുള്ള സംഭവങ്ങൾക്കുള്ള സ്റ്റോറുണ്ട്, ക്യാപ്പിൻ്റെ ഒക്കെ. ഐസ്ക്രീം മേടിച്ചിരിക്കുകയാണ്. 25 രൂപയാണ് MRP. പക്ഷെ നമ്മുടെ മേടിച്ചത് 30 രൂപയാണ്. അത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു സംഭവമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാരണം കൊണ്ട് ഇവർ പൈസ കുറച്ച് കൂടുതൽ മേടിച്ച് നമ്മൾ കൊടുത്തു. എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതേ ഒരു ഫ്ലൈറ്റ് പോയിരിക്കുന്നു മേലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടെ ഒരു അത്തർ കച്ചവടക്കാരുണ്ട്. അപ്പോൾ ആളെന്തോ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത്. ചേട്ടാ എത്ര വില? 100 രൂപ. എത്ര ML? 6. അപ്പോൾ 6 ML 100 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഗ്രോ ബീച്ചിൽ നിന്ന് തിരിക്കാൻ നിൽക്കുകയാണ്. നമ്മളിവിടെ നിന്നിട്ട് ഗ്രോവും കണ്ടു, നമ്മൾ സമുദ്രം ബീച്ച് കണ്ടു. അപ്പോൾ രണ്ടും നമ്മൾ കണ്ടു. ഏകദേശം രണ്ടും നമ്മുടെ കഴക്കൂട്ടം ഭാഗത്ത് ഒരു 25 കിലോമീറ്റർ 26 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തത് ക്യാമ്പസിലേക്ക് തിരിക്കാനുള്ള ഒരു പ്ലാനാണ്. എല്ലാം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമ്പസിലേക്ക് തിരിക്കണം. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക പല സ്ഥലത്തു നിന്ന് ആൾക്കാരുണ്ട്. ഹിന്ദിക്കാരുണ്ട്, ഫോറിനേഴ്സുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. നമുക്ക് ഇനി ബാക്കി ക്യാമ്പസിനെ പറ്റി ഒരു എഡിറ്റിംഗ് പറയുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി എന്താ പറ്റിയെന്ന് അറിയില്ല, കാടൊക്കെ കയറി കിടക്കണം. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് ഒരു ടാറ്റാ ബൈ ബൈ ചെയ്യും. ഇനി നമുക്ക് പിന്നെ കാണാം. അങ്ങനെ നമ്മൾ ഫൈനലി ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പസ്. അപ്പോൾ നമ്മൾ എത്തി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, കാരണം ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസുമായി വീണ്ടും കാണാം. അതിലേക്ക് സൈനിങ് ഓഫ്, ഫ്രീ വ്ളോഗർ മോഹൻ. Drop it.